എറണാകുളം മാർക്കറ്റ് പുതിയ നവീകരിച്ച മാർക്കറ്റ് ബിൽഡിങ്ങിനകത്തേക്ക് ഇത്രയും ഹൈടെക് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആളുകൾ അറിഞ്ഞ് ഇതിനകത്തേക്ക് എത്തണം, എന്നാലാണ് ഇവിടെ കച്ചവടം നടക്കുള്ളൂ. ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്, പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്. ആളുകൾക്ക് മുകളിലേക്ക് പോകണമെന്നുള്ളവർക്ക് താഴെ പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ, പച്ചക്കറികളും ഫ്രൂട്ട്സും. ഇനി മുകളിലാണ് ചിക്കനും മറ്റുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അവിടെ വർക്കായി വരുന്നേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്. അതുകൂടാണ്ട് ചരക്കുകൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഗുഡ്സ് ലിഫ്റ്റും അവൈലബിൾ ആണ്. ചൂടില്ല, പക്ഷെ ആളുകൾ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കച്ചവടം ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു റൂംസ് എല്ലാം ബുക്ക് ചെയ്യാം. അതേ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോർ അല്ല, അതിന് മുകളിലത്തെ ഫ്ലോറിലാണ്. എറണാകുളം മാർക്കറ്റ് പുതിയ മാർക്കറ്റ് ബിൽഡിംഗ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്ത റീസെൻ്റ്ലി ഒരാഴ്ചയോളം ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷ്വൽസിലൂടെ നിങ്ങളൊന്ന് പോവുക, കണ്ടിട്ട് ആസ്വദിക്കുക. എങ്ങനെയുണ്ട് പുതിയ സ്പേസ് കിട്ടിയിട്ട്? കച്ചവടം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാലും ഒരു എന്താ പറയുക, വൃത്തിയുള്ള നല്ലൊരു സ്പേസിൽ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ട് ഇല്ലേ? ചൂടില്ല, കച്ചവടം നല്ല വെയിലടിച്ച് പാടിപ്പോകും. പക്ഷെ ആളുകൾ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരി. സോ ഇതൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അതായത് ആളുകൾ അറിഞ്ഞ് ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വരിക. എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തേക്ക് വരിക, ഈ ബിൽഡിങ്ങിൽ വരിക. ഇവിടെ നിന്ന് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചൂട് കുറവാണ്, കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാം, കച്ചവടം ചെയ്യാം. പക്ഷേ ആളുകൾ ഇതിലേക്ക് അറിഞ്ഞെത്തിച്ചേരണം. എങ്ങനെയുണ്ട് പുതിയ മാർക്കറ്റ് ബിൽഡിംഗ്? ആളുകൾ അറിഞ്ഞെത്തി തുടങ്ങിയത് കാണാൻ വേണ്ടി ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ കച്ചവടക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. എറണാകുളം മാർക്കറ്റ് പുതിയ നവീകരിച്ച മാർക്കറ്റ് ബിൽഡിങ്ങിനകത്തേക്ക് ഇത്രയും ഹൈടെക് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആളുകൾ അറിഞ്ഞ് ഇതിനകത്തേക്ക് എത്തണം, എന്നാലാണ് ഇവിടെ കച്ചവടം നടക്കുള്ളൂ. ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്, പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്. ആളുകൾക്ക് മുകളിലേക്ക് പോകണമെന്നുള്ളവർക്ക് താഴെ പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ, പച്ചക്കറികളും ഫ്രൂട്ട്സും. ഇനി മുകളിലാണ് ചിക്കനും മറ്റുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അവിടെ വർക്കായി വരുന്നേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്. അതുകൂടാണ്ട് ചരക്കുകൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഗുഡ്സ് ലിഫ്റ്റും അവൈലബിൾ ആണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം ഇവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. സ്റ്റെപ്പ് കയറി പോവാം. ഇതെല്ലാം ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ കച്ചവടം ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു റൂംസ് എല്ലാം ബുക്ക് ചെയ്യാം. അതേ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോർ അല്ല, അതിന് മുകളിലത്തെ ഫ്ലോറിലാണ്. താഴത്തെ പോലെ തന്നെ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റ്സ് എടുക്കാനായിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും കച്ചവടക്കാർ ഇങ്ങോട്ട് വരാനുണ്ട്. അവിടെയൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേഷനറി, ബനാന, വാഴപ്പഴം, ഫിഷ്, മീറ്റ് അതെല്ലാം ഈ ഫ്ലോറിലായിരിക്കും, ഈ സ്റ്റോറിലായിരിക്കും. 4 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞത്. 4 ഫ്ലോർ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതൊരു കണ്ടന്റായിട്ട് ആളുകളെ കാണിച്ചു തരുന്ന. ആളുകൾ വരിക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അക്യുമുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാം, പക്ഷേ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാം. പക്ഷേ കൂടുതൽ സമയവും ഇതുപോലുള്ള മാർക്കറ്റുകളിൽ വന്നിട്ട് നിങ്ങൾക്ക് പൈസ കുറയും. അതുകൂടാതെ ഒരുപാട് ജനങ്ങൾക്ക് ജീവിതം കിട്ടും. കാരണം പലരും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങി കൊച്ചു ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതായത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചുറ്റുപാട് നിങ്ങൾക്ക് എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം പച്ചക്കറി
എല്ലാ സാധനങ്ങളും ഇതിന് പുറത്ത് വേറെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, അവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങാം. ഈ ഒരു മാർക്കറ്റ് വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയകരമായി ഇതൊരു എന്താ പറയുക, ഇത് എറണാകുളത്ത് തുടങ്ങിയ പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് നടക്കട്ടെ. ഇതുപോലെ ആവട്ടെ, ഹൈടെക് ഒരു മാർക്കറ്റ് ആവട്ടെ. കച്ചവടക്കാർക്ക് നന്നായി കച്ചവടം ചെയ്യാനും നല്ല രീതിയിൽ സമാധാനത്തോടുകൂടിയും പടർന്ന് പന്തലിച്ച് വെയിൽ കൊണ്ട് കിടന്നിരുന്നൊരു മാർക്കറ്റ് ഇതുപോലെ ഒരു ബിൽഡിങ്ങിനുള്ളിലാക്കി അത് അവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്. നമ്മൾ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, വരാം. ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാമെന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. സൈനിങ് ഓഫ്.